ടാക്സി ആപ്പുകളിലെ അഡ്വാൻസ് ടിപ്പിംഗ് ഫീച്ചറിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഊബർ, ഓല, റാപ്പിഡോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ റൈഡ് ആരംഭിക്കുന്നതിന് മുമ്പ് യാത്രക്കാരിൽ നിന്ന് ടിപ്പുകൾ തേടുന്നത് നിരോധിച്ചു. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിച്ച 2025 മോട്ടോർ വെഹിക്കിൾസ് അഗ്രിഗേറ്റേഴ്സ് മാർഗനിർദ്ദേശങ്ങളിൽ വരുത്തിയ ഭേദഗതി പ്രകാരം സ്വമേധയാ ഉള്ള ടിപ്പിംഗ് ഫീച്ചർ യാത്ര പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ യാത്രക്കാരന് ദൃശ്യമാക്കാവൂ എന്ന് നിർബന്ധമാക്കി. സ്ത്രീ യാത്രക്കാർക്ക് പ്രത്യേകമായി വനിതാ ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന നിർബന്ധിത സുരക്ഷാ ഫീച്ചറും അവതരിപ്പിച്ചു. അഡ്വാൻസ് ടിപ്പ് ഫീച്ചറിനെ അന്യായമായ വ്യാപാര രീതിയെന്ന് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി കുറ്റപ്പെടുത്തിയിരുന്നു. ആഡ് ടിപ്പ് ഫീച്ചർ പ്രീമിയം തുകയ്ക്ക് യാത്ര ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ക്യാബ് സ്വന്തമാക്കാൻ കഴിയൂ എന്ന് ഉപഭോക്താക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് CCPA നോട്ടീസ് നൽകിയിരുന്നു. ഡ്രൈവർക്ക് സ്വമേധയാ ടിപ്പ് നൽകുന്നതിന് യാത്രക്കാർക്ക് ആപ്പ് സൗകര്യം നൽകിയേക്കാം. എന്നാൽ യാത്ര പൂർത്തിയായതിനു ശേഷം മാത്രമേ ടിപ്പ് ഫീച്ചർ ദൃശ്യമാക്കാവൂ എന്നും ബുക്കിംഗ് സമയത്ത് ലഭ്യമാകരുതെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. 2023 ബാംഗ്ലൂരുവിൽ നമ്മയാത്രി പോലുള്ള ഓപ്പൺ നെറ്റ്വർക്ക് ആപ്പുകളാണ് അഡ്വാൻസ് ടിപ്പിംഗ് മോഡലിന് തുടക്കമിട്ടത്. തിരക്കേറിയ സമയങ്ങളിൽ ഡ്രൈവർമാരെ ആകർഷിക്കുന്നതിനായി റൈഡ് തിരയുന്നതിന് മുമ്പ് സ്വമേധയാ ടിപ്പ് ചേർക്കാൻ അനുവദിച്ചു. ഡ്രൈവർമാരെ ആകർഷിക്കുന്നതിനായി ടിപ്പ് സംവിധാനം ഉപയോഗിച്ച് ക്യാബ് സേവനങ്ങൾ വികസിപ്പിച്ചതോടെ ഈ സവിശേഷത സ്വീകരിച്ച ആദ്യത്തെ പ്രധാന കമ്പനിയായിരുന്നു റാപ്പിഡോ. പിന്നീട് ഊബർ, ഓല എന്നിവയും ഈ മോഡൽ സ്വീകരിച്ചു. സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി ആപ്പുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് വനിതാ ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പും ഉൾപ്പെടുത്തി. ഈ നീക്കം വനിതാ ഡ്രൈവർമാരുടെ ഓൺ ബോർഡിംഗ് കൂടുതൽ വേഗത്തിലാക്കാൻ നിർബന്ധിതരാക്കുമെന്ന് വ്യവസായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ ഭേദഗതികൾ ഉടനടി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.